നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകലയോട് ആനന്ദ് പറഞ്ഞു, ഇതാണല്ലേ നിങ്ങളുടെ യഥാർത്ഥ കോലം. ശ്രീകല വല്ലാതെ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന സമയത്ത് ഉദയഭാനു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. ഓ, ഇവിടുത്തെ ബിസിനസ് മാഗ്നറ്റ് വരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഉദയഭാനു ഒരു ഫോണൊക്കെ ചെവി വെച്ച് വലിയ ബിസിനസിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത്. സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത്. ദേ, മലേഷ്യയിലേക്ക് പോകുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം. എനിക്ക് അധികം സമയമൊന്നുമില്ല, അറിയാലോ. ബാക്കി ഡീലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. അപ്പോഴേക്കും ശ്രീദേവി വല്ലാത്തൊരു ഭാവത്തോട് കൂടിയിട്ട് ആനന്ദനെ നോക്കുവാണ്. കാരണം എല്ലാം ആനന്ദ് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് നല്ല ദേഷ്യം വന്നു. അങ്ങനെ അയാൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ഒന്ന് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിന് ഒന്ന് തുമ്മാൻ തോന്നി. ഉദയഭാനു ഉറക്ക തുമ്മുകയാണ്. തലയിരുന്ന വിഗ് താഴേക്ക് തെറിച്ചു വീണു. ആനന്ദ് നോക്കി കഴിഞ്ഞപ്പോൾ വിഗാണെ താഴെ വന്ന് കിടക്കുന്നു. ഈ സമയത്ത് ഉദയഭാനു ശരിക്കും ഒന്ന് ഞെട്ടി. ഉദയഭാനു മാത്രമല്ല, ശ്രീദേവിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാണം കിട്ടി നിൽക്കുവാണ് ശ്രീദേവി. അപ്പോഴേക്കും ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ആനന്ദി എന്നിട്ട് പറഞ്ഞു, കൊള്ളാലോ. ഇനിയിപ്പം നിങ്ങളുടെ പ്രകടനം എടുത്ത സമയല്ലേ, ഇനിയിപ്പം എൻ്റെ പ്രകടനം തന്നെ നടത്തട്ടെ. ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ പറയാം. മോനെ, നീ എന്താ പറയണേ? ഒരു വിഗ് താഴെ പോയാനാണോ നീ ഇത്രമാത്രം പറയണേ? ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. വിഗല്ലേ, വിഗ് മാത്രമാണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു, മോനെ, നിങ്ങളൊന്നും ഒരു അക്ഷരം പോലും മിണ്ടരുത്. മിണ്ടാളോ അർഹതയൊന്നും നിൽക്കില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, നീ എന്തൊക്കെയാ മോനെ പറയണേ? ഇതേ, ഒരു കാര്യം ഞാൻ പറയാം. പ്രകടനം നടത്താനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ നല്ല കുടുംബക്കാരാ, നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരാ. അതെനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളോട് ഞാൻ ഇത്ര വരെ നാൾ വരെ ഒന്നും കാണിച്ചിട്ടില്ല. നിങ്ങളെ ഞാൻ ഒരു തെറ്റോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നേ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോനെ, നീ എന്തൊക്കെയാ പറയണേ? ബാലൻ നിന്നെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ഒരു വിഗ് താഴെ പോയതിന്റെ പേരിൽ നീ ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വിഗ് താഴെ പോയതിന്റെ പേരിലോ? അത് മാത്രമാണോ? നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിട്ടുണ്ട്. ദേ, എന്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത പറയുന്നോ? നിങ്ങളുടെ വീടോ? ഇതെങ്ങനെ നിങ്ങളുടെ വീടാവും? വാടക കൊടുക്കാൻ പോലും നിങ്ങൾ ശരിക്കും കിടന്ന് പെടാപ്പടം ഇടുമല്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ വീട് എങ്ങനെയാവും? ഒരു നിമിഷം ഉദയഭാനു ഞെട്ടിപ്പോയി. ഉദയഭാനു ആനന്ദിനെ വല്ലാത്തൊരവസ്ഥയോട് നോക്കുകയാണ്. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകല ദേവിയെ നോക്കി. അവളെ നോക്കണ്ട, അവളുള്ള സത്യാവസ്ഥകളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. നിങ്ങളുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്നാലും എന്നോടും എൻ്റെ കുടുംബത്തോടും എങ്ങനെ നിങ്ങൾക്ക് ഈ ചതി ചെയ്യാൻ തോന്നി? അതിന് മാത്രം എന്ത് തെറ്റാ നിങ്ങളോട് ഞാൻ ചെയ്തത്? എൻ്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? എൻ്റെ അച്ഛൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കുടുംബത്തിൽ നിന്നൊരു ബന്ധമെടുത്തത്. പക്ഷെ എൻ്റെ അച്ഛൻ്റെയൊക്കെ മുന്നിൽ നിങ്ങൾ എത്രയോ വട്ടം അഭിനയിച്ച് കാണിച്ചു. ഞാനും എൻ്റെ അനുജന്മാരും ഒക്കെ നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാലും നിങ്ങൾ ഇത് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞേ? ദേവിക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ്, ദേവിക്ക് ഡബിൾ MA ഉണ്ടെന്നൊക്കെ. അവൾ 10ാം ക്ലാസ് വരെ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. അല്ല, അത് പിന്നെ മോനെ ഞാൻ വേണ്ട. അത് മാത്രമാണോ കോടികളുടെ ബിസിനസ്? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ? എല്ലാം ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. എൻ്റെ അച്ഛനോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത് ചതിയുണ്ടല്ലോ, ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? നിങ്ങളുടെ പണം സ്വത്തും മോഹിച്ചാണ് ഞാൻ ദേവിയെ കല്യാണം കഴിച്ചെന്നോ? ഒരിക്കലുമല്ല. ദേവി ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരുപക്ഷെ സ്വത്തും പണമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിച്ചാണ്. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വൈകിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനുവിന്റെ മുഖത്താണെങ്കിൽ രക്തമയം ഇല്ലാത്തൊരവസ്ഥ, വിളറി വെളുത്ത് നിൽക്കുവാണ്. ഒന്നും പറയാൻ പോലും പറ്റില്ലോ. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആനന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളീ ചെയ്ത് ചതി ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഞാനിത് എൻ്റെ അച്ഛനോട് പോയി പറയില്ല. അച്ഛനെ മനസ്സ് വേദനിപ്പിക്കാണ്ട് ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് മാത്രം. ആ സമയത്തല്ല ശ്രീദേവി മാറി അവിടെ നിൽക്കുവാണ്. ശ്രീദേവിയുടെ കയ്യിലേക്ക് പോയി പിടിച്ചിട്ട് അവളെ അങ്ങോട്ട് അവളുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ദേ നിൽക്കുന്നു നിങ്ങളുടെ മകള്. കുറെ കാലം കള്ളത്തരങ്ങളെ കാണിച്ച് നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചല്ലേ? ഇനി ഇവൾ ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്നാ മതി. അയ്യോ മോനെ, നീ എന്താ പറയണേ? അതെ, ഇനി ഇവൾ ഇവിടെ നിന്നാ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു മകളും കൂടെ ഉണ്ടല്ലോ. അവളെ ഇതുപോലെ ഏതെങ്കിലും വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനായിട്ട് എന്തൊക്കെ തന്ത്രങ്ങൾ മേനെയെന്ന് ആര് കണ്ടു? ദൈവത്തെ ഓർത്ത് അവളുടെ ജീവിതം കൂടെ നിങ്ങൾ തകർക്കില്ല. നിങ്ങളുടെ ഈ മോളുടെ ജീവിതം തകർത്തു, ഇനി അവളുടെ ജീവിതം കൂടെ തകർക്കരുത്. ശ്രീകല പറഞ്ഞു, അയ്യോ മോനെ, എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ട് പോവരുത്. ഉപേക്ഷിച്ചിട്ട് പോവലെന്നോ? ഇത്രയും വലിയ കള്ളത്തരം ചതിയും കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും? സത്യങ്ങളൊക്കെ ശ്രീദേവി എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ തുറന്നു പറയുമായിരുന്നെങ്കിൽ അതിനകത്തൊരു അന്തസ്സുണ്ടായിരുന്നു. ഞാൻ ഉറപ്പായിട്ട്
ഈ ബന്ധത്തിന് സമ്മതിച്ചേരണം. പക്ഷെ നിങ്ങളത് പറഞ്ഞില്ല. ഇനി നിങ്ങളുടെ മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളുടെ മോളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങിയപ്പോൾ ശ്രീദേവി ആ കയ്യിലേക്ക് കയറി പിടിച്ചു. ആനന്ദേട്ടാ പോവരുത്, ആനന്ദേട്ടാ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോവരുത്. ഞാൻ ആനന്ദേട്ടനോട് വരും. എന്നെ ആനന്ദേട്ടൻ ഒന്ന് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ആനന്ദിന്റെ കാലിലേക്ക് അങ്ങോട്ട് വീണ് അപേക്ഷിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആനന്ദ് കാലങ്ങോട്ട് വലിച്ചു മാറ്റി. ഉദയഭാനും ശ്രീകലയൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ശ്രീദേവി അലമുറയിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആനന്ദേട്ടാ ഞാൻ ആനന്ദേട്ടൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ. എനിക്ക് വേണേ പറയാതിരിക്കായിരുന്നു, എന്തെങ്കിലും കള്ളത്തരം പറയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം എനിക്ക് ആനന്ദേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇത്രയും നാളും കള്ളത്തരം പറഞ്ഞതിന്റെ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതാരോടും പറഞ്ഞില്ല. ഇപ്പൊ വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ ആനന്ദേട്ടനെ ഇനിയും വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് ആനന്ദേട്ടാ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുത് ആനന്ദേട്ടാ. എനിക്ക് ആ വീട്ടിലേക്ക് വരണം. എനിക്ക് അവിടെ നിൽക്കണം. ആനന്ദേട്ടൻ്റെ ഭാര്യയായിട്ട് എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്നെ ഇനി ഞാൻ ഭാര്യയായിട്ട് കാണാനോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ശ്രീദേവിയിലൊരു ഞെട്ടലുണ്ടായി. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നിനക്കറിയാലോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. കല്യാണം കഴിച്ച് അങ്ങോട്ട് വന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ നിന്നെ ദേവീനെ വിളിച്ചിട്ടുള്ളൂ. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് മാത്രമല്ല നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു താനും. ഇപ്പോഴാണെങ്കിലും എനിക്ക് നിന്നെ വെറുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ശ്രീദേവി പ്രതീക്ഷയോട് കൂടിയിട്ട് ആനന്ദനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, പക്ഷേ വെറുക്കാൻ സാധിച്ചില്ല. നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിന്നോട് ആ പഴയ സ്നേഹം തോന്നില്ല. കാരണം നീ എന്നെ ചതിച്ചു. നിന്റെ വീട്ടുകാരോടൊപ്പം ചേർന്ന് വിശ്വാസവഞ്ചന കാണിച്ചു. ഒരിക്കലൊരു നമ്മൾക്കൊരാളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം എപ്പോഴും അവരുടെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും അങ്ങനെ ആ തികട്ടി ആ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ളൊരു ജീവിതം ഇനി സാധ്യമാകത്തില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ആനന്ദേട്ടാ അങ്ങനെ പറയരുത് ആനന്ദേട്ടാ, പ്ലീസ് ആനന്ദേട്ടാ. ഞാനും ആനന്ദേട്ടനോട് വരുമോ? വേണ്ടാന്ന് പറഞ്ഞില്ലേ. നീ ഇവിടെ നിന്നാൽ മതി. നിന്നെ ഇനി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു അഭിനയം കാഴ്ചവെക്കാണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശ്രീദേവിയുടെ ഒന്ന് വാവിട്ട് നിലവിളിച്ചു. ശ്രീദേവിക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി. ശ്രീദേവി തല ഇറങ്ങി വീഴാൻ പോയപ്പം ശ്രീകല ഉദയഭാനും ചേർന്ന് പിടിച്ചു. അയ്യോ മോളെ എന്ന് പറഞ്ഞ് അവർ കരയുവാണ്. ആനന്ദ് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ബോധം കിട്ട അവരുടെ കൈകളിൽ. പക്ഷെ ആനന്ദ് കുറച്ച് സമയം നോക്കി എന്നിട്ട് ആനന്ദ് അങ്ങോട്ട് കയറിപ്പോലും പോയില്ല. ഇതും ചിലപ്പോൾ ഒരു അഭിനയമാണോ എന്നറിയില്ലല്ലോ. ആനന്ദ് ബൈക്ക് എടുത്തോണ്ട് പോരുവാണ്. ഈ സമയത്ത് ബാലനാകാപ്പാടെ വല്ലാതെ വെപ്രാളപ്പെട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ആര്യം പറഞ്ഞാണ് സത്യം. അവന്റെ മനസ്സ് താൻ മനസ്സിലാക്കിയില്ല. ശരിക്കും അന്വേഷിക്കണമായിരുന്നു കാര്യങ്ങളൊക്കെ. അന്ന് താൻ അവനെ പുച്ഛിച്ചു തള്ളി. പക്ഷെ ഇപ്പൊ അതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ താൻ അറിയുന്നുണ്ട്. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇതങ്ങനെ പെട്ടെന്ന് പുറത്തോട്ട് കാര്യമില്ല. പാവ ആനന്ദിന്റെ ജീവിതം താൻ നശിപ്പിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? അവന്റെ മുഖത്ത് എങ്ങനെ താൻ നോക്കും? താൻ കാരണം തന്റെ മകന്റെ ജീവിതം നശിച്ചല്ലോ. ഇങ്ങനെ ഒരു ചതിക്കപ്പെട്ട കുടുംബം. അപ്പോഴേക്കും ബാലിന്റെ മനസ്സിലേക്ക് വേറെ ചില ചിന്തകൾ വന്നു. ഉദയഭാനെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ താലികെട്ട കാര്യങ്ങള്, പിന്നെ ഉദയഭാനു കുറച്ചു മുമ്പ് കണ്ടത്. എത്ര വലിയ ഫ്രോഡായിരുന്നു അയാള്. ഇത്ര വലിയൊരു ഫ്രോഡിന്റെ മുമ്പിലാണല്ലോ താൻ പോയി തലകുനിച്ച് കൊടുത്തത്. വേണ്ടിയിരുന്നില്ല. കുറച്ചൊക്കെ അന്വേഷിക്കായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞ് ഇത്രയായി. പക്ഷെ എന്നാലും ബാലിനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തന്നോട് ചതി ചെയ്തവരെയൊക്കെ താൻ പൊക്കും, ഇഞ്ചിഞ്ചായിട്ട് തീർക്കും. അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞയൊക്കെ ബാലിന് അവിടെ നിന്ന് എടുക്കുകയാണ്. ബാലിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നത്. ആ സമയത്ത് ആനന്ദ് ബൈക്ക് വീട്ടിലേക്ക് പോവാ. ആനന്ദിന്റെ മനസ്സ് നിറയെ വല്ലാത്തൊരു വിഷമമായിരുന്നു. ശ്രീദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ശ്രീദേവിയുടെ കഴുത്തിൽ താൻ താലി ചാർത്തിയത്, ആ ഓർമ്മകളൊക്കെ ആനന്ദിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആനന്ദ് ബൈക്ക് നിർത്തിയിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ആനന്ദിന്റെ കണ്ണിലേക്ക് ശ്രീദേവിയുടെ മുഖം. ഒടുവിൽ അവള് തല കറങ്ങി ഇങ്ങനെ വീണ് കിടക്കുന്ന ആ രംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് നടുറോട്ടിലാന്ന് പോലും ചിന്തിച്ചില്ല. അവിടെ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം? എങ്ങനെ വീട്ടിലേക്ക് പോകും? ശ്രീദേവിയുടെ കാര്യം എങ്ങനെയായി കാണും? അവൾക്കൊരു വയ്യായകം വന്നിട്ട് പോലും താൻ തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേനും ആനന്ദിന് സ്വയം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നുക. താൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എന്തായി തീരും കാര്യങ്ങളും ഒക്കെ ഓർത്തുണ്ട്. അപ്പോഴേക്കുമാണ് ആനന്ദിന്റെ തോളത്തൊരു കൈ വന്ന് വീഴുന്നത്. ഒരു പക്ഷേങ്കിൽ അത് ശ്രീദേവിയുടെ ആണോ എന്നറിയത്തില്ല. ആനന്ദ് ഒരു ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. കാരണം ആനന്ദിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.